ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യുമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ആണ്. വോയിസസ് ഇൻ യൂണിസൺ, അതായത് ഒത്തൊരുമയുടെ ശബ്ദം, ഒരുമിച്ച് ശബ്ദമുണ്ടാക്കുക എന്നതാണ് ഈ ക്യാപ്ഷൻ്റെ മീനിങ്. ഇനി അതിൻ്റെ താഴെ ഒരു പിക്ചറുകൾ തന്നിട്ടുണ്ട്. എന്താണ് ആ പിക്ചർ? ഒരു ഒഴുക്കിൽപ്പെട്ടു പോയ ഒരു നായയെ കുറേ പേര് ചേർന്ന് രക്ഷിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് താഴെ ഇറങ്ങി രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറേ പേര് ഒരുമിച്ച് സഹായിക്കുന്നു, ആ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ നായ്ക്കുട്ടിയെ രക്ഷിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മോറലാണ് നമുക്ക് ഈ പിക്ക് തരുന്നത്. അതിന് താഴെ നമുക്കൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഹെലൻ കെല്ലറിൻ്റെ കോട്ടാണ്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. അതായത് ഒറ്റയ്ക്ക് തനിച്ച് നമുക്ക് വളരെ കുറച്ചേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എന്നാൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഡോർവേ, ഇൻട്രൊഡക്ടറി പിക്ചറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആ ഇൻട്രൊഡക്ടറി പിക്ചർ എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. കുറച്ച് കുട്ടികൾ എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? അവരൊരു സാൻഡ് കാസിൽ ഉണ്ടാക്കുകയാണ്, അല്ലേ? സാൻഡ് കാസിൽ, മണ്ണ് കൊണ്ടുള്ളൊരു വീട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ രണ്ട് കുട്ടികൾ വീടുണ്ടാക്കുന്നുണ്ട്. ബാക്കി കുറച്ച് കുട്ടികൾ, രണ്ട് കുട്ടികൾ മണ്ണെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പിക്കിലുള്ളത്. അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ ഒരു സാൻഡ് കാസിൽ നിർമ്മിക്കുന്നത്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ദേ ആർ മേക്കിംഗ് സാൻഡ് കാസിൽ. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഹൗ? കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് അവർ സഹായിക്കുന്നുണ്ട്, അല്ലേ? രണ്ടുപേര് അതുണ്ടാക്കുമ്പോൾ, സാൻഡ് കാസിൽ ഉണ്ടാക്കുമ്പോൾ ബാക്കി രണ്ടുപേര് മണ്ണ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ദേ ഹെൽപ്പ് ഈച്ച് അതർ. അവർ പരസ്പരം സഹായിക്കുന്നുണ്ട്. Have you ever worked with friends to make something interesting? Share your experience. ഇനി ഇത് കുട്ടികൾക്കുള്ളൊരു വർക്കാണ്. നിങ്ങളിതുപോലെ ഒരു കോൺവെർസേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ്സിൽ. നിങ്ങളിതുപോലെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ അനുഭവം ഉണ്ടാകും, അത് നമുക്ക് ഷെയർ ചെയ്യാം ക്ലാസ്സിൽ. Here is a story about people who stand together to make their home safe and peaceful. ഇനി അടുത്ത നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കുറേ ആളുകളുടെ ഒരു സ്റ്റോറിയാണ്. അവർ ഒരുമിച്ച് നിന്നു, അവരുടെ നാടും അവരുടെ വീടും ഒക്കെ സമാധാനപരവും സന്തോഷപരവുമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന കുറേ ആളുകളുടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നിശബ്ദമായ ആകാശത്തിന് കീഴെ എന്നാണ് ഈ ഒരു പാർട്ടിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. ഒരു മണൽ പ്രദേശത്ത് ഒരു സമാധാനപരവും ഒരു സന്തോഷപരമായിട്ടുള്ളൊരു നല്ലൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. ആ വില്ലേജേഴ്സ്, അവിടുത്തെ താമസക്കാരെങ്ങനെയുള്ളവരായിരുന്നു? സിമ്പിൾ, സാധാരണക്കാരും, കൈൻഡ് ഹാർട്ടഡ്, നല്ല ഹൃദയമുള്ളവരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ പുറത്തുള്ള ആരെയും അവർക്ക് പരിചയമില്ല, അവരാരെയും കണ്ടിട്ടില്ല ഇതുവരെ. ആ വില്ലേജിലുള്ള ആൾക്കാരെ മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്, പരിചയമുള്ളത്. ദേ എൻജോയ് ദ കാം ആൻഡ് ക്വൈറ്റ് ലൈഫ് ഓഫ് ദർ വില്ലേജ്. അവരവരുടെ ഗ്രാമത്തിലെ ശാന്തവും സുന്ദരവുമായ ജീവിതം അവർ സന്തോഷത്തോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ sun sprinkled its glowing golden light across the wide and clear sky. ഒരു പ്രഭാതത്തിൽ, ഒരു ബ്രൈറ്റ് മോർണിംഗ്, ഒരു സുന്ദരമായ പ്രഭാതത്തിൽ സൂര്യൻ്റെ സ്വർണ്ണരശ്മികൾ ഇങ്ങനെ പതിപ്പിച്ച് കൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ആകാശത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ദ വില്ലേജേഴ്സ് ഗ്യാതർഡ് ഇൻ ദർ യൂഷ്വൽ സ്പോട്ട്. സാധാരണ എല്ലാവരും വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിൽ ഗ്രാമവാസികൾ വന്നിരുന്നു. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. കുറച്ച് പേര് വലിയ മരങ്ങളുടെ കീഴിലിരുന്ന് വിശ്രമിച്ചു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ചില ആൾക്കാർ കാലുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എവിടെ ഇരുന്നു? മണൽപ്പുറത്തിരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ്സ് വിത്ത് സ്റ്റിക്ക്. ചില കുട്ടികൾ എന്ത് ചെയ്യും? മണലിൽ കിടന്ന് അവിടെ മണലിൻ്റെ മേലെ പാറ്റേൺസ് വരക്കുകയും എഴുതുകയൊക്കെ ചെയ്തു. വലിയ ഒരു കമ്പ് കൊണ്ട് വരയ്ക്കുകയും എഴുതുകയുമൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഫസ്റ്റ് സീൻ നമുക്ക് തന്നിട്ടുള്ളത്. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്താണ് ഈ വില്ലേജും ഈ ഗ്രാമത്തിലെ ആൾക്കാരെ സ്പെഷ്യലാക്കിയത്?
പ്രത്യേകത എന്താണ്, അവരുടെ പ്രത്യേകത ഉള്ളവരാക്കിയത് എന്താണ്, അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളർ ഹൈലൈറ്റ്. ദ വില്ലേജേഴ്സ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്, ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്, വെൻ ആൻഡ് വെയർ? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മണലിൽ ചിത്രം വരച്ചിട്ടുണ്ടോ, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് കുട്ടികളോട് ചോദിച്ചു നമുക്കതൊരു കോൺവെർസേഷൻ, അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നമുക്ക് അവിടെ ചെയ്യാം. ഇനി ഈ ഒരു ലെസൺ ബേസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രൈബിങ് വേർഡ്സിനെ പറ്റിയ ആണ്. ഈ ഒരു ലെസനകത്ത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതൊക്കെ ഡിസ്ക്രൈബിങ് വേർഡ്സാണ്. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ നമുക്ക് ഒത്തിരി ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉണ്ട്. സാൻഡി ലാൻഡ്, മണലിനെ പറ്റി, ആ മണലിന് എങ്ങനത്തെ മണലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സാൻഡി, വാസ്റ്റ് സാൻഡി ലാൻഡ്. അതുപോലെ പീസ്ഫുൾ വില്ലേജ്, സമാധാനപരമായ വില്ലേജ്. നെക്സ്റ്റ് ഇനിയുള്ളത് എന്താണ്, ക്വൈറ്റ് ലൈഫ്, അതായത് നിശബ്ദമായ ജീവിതം. ബ്രൈറ്റ് മോർണിംഗ്, ഗോൾഡൻ ലൈറ്റ്, ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്. അങ്ങനെ ഓരോ നൗണിനെ വിശേഷിപ്പിക്കുന്ന, നൗണ് നാമത്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ് നമുക്ക് ഈ ഓരോ സെൻറ്റൻസിലും കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ഡിസ്ക്രൈബിങ് വേർഡിനെയാണ് നമ്മൾ ഈ ലെസണിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിൽ ദ സ്ട്രേഞ്ച് ബ്രീസ്, ഒരു അപരിചിതമായ കാറ്റ്. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. പെട്ടെന്ന് ഒരു കുളിർക്കാറ്റ് അവിടെ കൂടി ആ വില്ലേജിൽ, ഗ്രാമത്തിൽ മൊത്തം അടിച്ചു. വായു ഒരു പ്രത്യേകതയുള്ളതും മാജിക്കൽ പവറുള്ളതും, മാജിക്കൽ അത്ഭുതം അല്ലെങ്കിൽ മാന്ത്രികതയുള്ള ഒരു വായുവിനൊക്കെ ഒരു മാന്ത്രിക ടച്ച് വന്നു. എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എല്ലാവരും ആകാശത്തേക്ക് നോക്കി, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്ന് നല്ല ഭംഗിയുള്ള കാഴ്ച. their eyes widened in wonder, അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. കളർഫുൾ റിബൺസ് began to fall from the sky, fluttering like butterflies. ഇപ്പോൾ വ്യത്യസ്ത നിറമുള്ള റിബണുകൾ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ചിത്രശലഭങ്ങളെപ്പോലെ അവർ പറക്കാൻ തുടങ്ങി, ചിറകിട്ട് അടിക്കാൻ തുടങ്ങി. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ, നീല റിബണുകൾ താഴേക്ക് ഇങ്ങനെ ഒഴുകി തെന്നി മാറിക്കൊണ്ടിരുന്നു. റെഡ് വൺ സ്പൺ ലൈക്ക് മാജിക്കൽ ടോപ്പ്, റെഡ് റിബൺ ഒരു പമ്പരം പോലെ, മാജിക്കൽ പമ്പരം, മാന്ത്രിക പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങി. യെല്ലോ റിബൺ ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്, മഞ്ഞ റിബണുകൾ എങ്ങനെയാണ് താഴത്തേക്ക് വന്നത്, ശരത്കാലത്ത് ഇലകൾ പൊഴിയുന്നത് പോലെ പൊഴിയാൻ തുടങ്ങി. ഗ്രീൻ വൺ ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്, പച്ച റിബണുകൾ നല്ല തളിർ പുല്ലുകൾ പോലെ താഴത്തേക്ക് വരാൻ തുടങ്ങി, തളിരിലകളുടെ പോലെ താഴത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു സിനാരിയോയിലുള്ളത്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദി വില്ലേജ്? അപ്പോൾ വില്ലേജിൽ കൂടെ ബ്രീസ് വന്നപ്പോൾ, ആ ഒരു കുളിർ കാറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദ എയർ ഫെൽറ്റ് മാജിക്കൽ, കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ, ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് പീപ്പിൾ വർ സർപ്രൈസ്ഡ്? ഇപ്പോൾ ആളുകളൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സെൻറ്റൻസ് ഈ സ്റ്റോറിയിലുണ്ട്. അതെന്താണ്? ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ, അവരുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. അതാണ് ആ ഒരു സെൻറ്റൻസ്. ഇനി നെക്സ്റ്റ് പേജിൽ ഉള്ള സ്റ്റോറി റിബൺസ് ഓഫ് വണ്ടർ ആണ്. അത് ഇനി നെക്സ്റ്റ് ഹെഡിങ് വന്നിട്ട് റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ റിബണുകൾ. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ് ദ റിബൺസ്. അപ്പോൾ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? വേഗം ഓടി ആ റിബണുകളൊക്കെ പിടിച്ചെടുത്തു. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്, അവരവരുടെ ചുറ്റിലും ആ റിബണുകൾ അവരിൽ തന്നെ കെട്ടിവെച്ചു. ദ കളേഴ്സ് ഓഫ് റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ റിബണിലെ കളേഴ്സ്, നിറങ്ങൾ അവരുടെ സ്കിന്നിലേക്ക്, അവരുടെ ത്വക്കിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ നീല റിബൺ അവളെ നീല ആകാശവും പോലെ തോന്നിക്കാൻ തുടങ്ങി. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിൻ്റെ റെഡ് റിബൺ അവനെ ഒരു അസ്തമയ സൂര്യനെ പോലെ ആക്കി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ റിബൺ അവളെ ഒരു
മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ നല്ല ഹരിതാപമായ ഒരു കാടിൻ്റെ പ്രതീതിയാണ് മിയയുടെ റിബൺ മിയക്ക് കൊടുത്തത്. ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോയുടെ യെല്ലോ റിബൺ അവന് ഒരു നല്ല സൂര്യൻ്റെ ഒരു ശോഭയാണ് കൊടുത്തത്. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവരെന്ത് ചെയ്തു? നൃത്തം ചെയ്യുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രൻറ്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. അതെന്തുപോലെ തോന്നിച്ചു? ഒരു മയിലിൻ്റെ വൈബ്രൻറ്റ് മീൻസ് ജ്വലിച്ച് ഊർജ്ജസ്വലമായ പീലികൾ പോലെ തോന്നിച്ചു. പ്ലൂംസ് എന്ന് പറഞ്ഞാൽ തൂവലുകളാണ്. വൈബ്രൻ്റ് എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലമായ ഒരു പീകോക്കിൻ്റെ അത്ര വർണ്ണാഭമായ ആ ഒരു പീലികളുണ്ടല്ലോ, അതുപോലെ തോന്നിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഓരോന്നിലും ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. അവരവരുടെ ബോഡിയിൽ റിബൺ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത് അവരുടെ ബോഡിയിൽ റിബൺ കെട്ടിയപ്പോൾ? ദ കളേഴ്സ് ഓഫ് റിബൺസ് സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അവരുടെ ആ റിബണിൻ്റെ നിറം അവരുടെ ത്വക്കിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. എന്തുതരം മാറ്റങ്ങളാണ് ഈ റിബൺ ആളുകളിൽ കൊണ്ടുവന്നത്? എന്തുതരം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഓരോ ആൾക്കാർക്കും അവരവരുടെ റിബണിൻ്റെ കളർ കിട്ടി അല്ലേ. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹർ റിസംബിൾ ദ സ്കൈ. മാക്സിസ് റെഡ് റിബൺ മെയ്ഡ് ഹിം ടു ബീം ലൈക്ക് സെറ്റിംഗ് സൺ. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹർ ദ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. അത്രയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത പേജിൽ വാൾസ് ഓഫ് കളേഴ്സ്, നിറത്തിൻ്റെ ചുമരുകൾ. ബട്ട് സൂൺ a cold wind blew through the village. It started to change their appearance. I am blue, Lily cried. I am red, Max shouted. We look so different, Leo said frightened. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു തണുത്ത കാറ്റ് വീശി. അപ്പോൾ അതെല്ലാം മാറാൻ തുടങ്ങി. സാഹചര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. ഐ ആം ബ്ലൂ, ലില്ലി ബ്ലൂ ആയി മാറി. ലില്ലിയുടെ നിറം ബ്ലൂ ആയി. മാക്സിൻ്റെ നിറം റെഡായി. വി ലുക്ക് സോ ഡിഫറെൻറ്റ്. ലിയോ പറയാണ് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തരായിരിക്കുകയാണ്. അവർക്ക് പേടിയായി. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെപ്പറേറ്റഡ് ആകാൻ തുടങ്ങി, വേർതിരിയാൻ തുടങ്ങി. അവർ നാല് നിറങ്ങൾ 4 മൂലകളിലേക്ക് മാറി. വില്ലേജിൻ്റെ ആ ഗ്രാമത്തിൻ്റെ 4 മൂലകളിലേക്ക് അവർ ചേക്കേറി. മാക്സ് വിത്ത് ഇസ് റെഡ് റിബൺ ടോൾ ദ വൺസ് ഹൂ ഹാഡ് റെഡ് റിബൺസ് വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ. ഇപ്പോൾ മാക്സിന് റെഡ് റിബൺ ആണ്. അപ്പോൾ വേറെ ചുവന്ന നിറമുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ് വി നീഡ് ടു സ്റ്റേ സേഫ്. നമ്മൾ സുരക്ഷിതരായിരിക്കണം എന്നാണ് ലില്ലി പറഞ്ഞത്. ലില്ലിയുടെ ബ്ലൂ റിബണുള്ള കുറേ ആൾക്കാരുടെ കൂടെ അവൾ കൂടി. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യണം, നമുക്ക് സേഫായിട്ടിരിക്കണം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ് ഡിഡ് ദ സെയിം. ഇപ്പോൾ പച്ചയും മഞ്ഞയും അവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അവരും സെയിം തന്നെ ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി സേഫായിട്ടിരിക്കാനും ഒരുമിച്ചിരിക്കാനും അവരും ശ്രമിച്ചു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദർ കോർണേഴ്സ്. അപ്പോൾ ഓരോ മൂലയിലും അവർ പോയി ഇരുന്ന സ്ഥലത്ത് അവരെന്ത് ചെയ്തു? വലിയ വലിയ മതിലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വൈ ഡിഡ് പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്? അപ്പോൾ അവർ എന്തിനാണ് വലിയ ചുവരുകൾ ഉണ്ടാക്കിയത്? ടു ബി സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് ആൻഡ് ടു സ്റ്റേ സേഫ്. അവർ കളേഴ്സാൽ സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ അവർക്ക് എന്ത് ചെയ്യണം? സേഫായിട്ടും ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ വലിയ വലിയ മതിലുകൾ പണിതത്. സോ ഞാൻ അതിനകത്ത് ആൻസർ ടു ബി സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പ്ലീസ് ആഡ് ടു സ്റ്റേ സേഫ് എന്നും കൂടി അവിടെ ഒന്ന് ആഡ് ചെയ്യണം. ഡു യു എഗ്രി വിത്ത് ദെയർ ഡിസിഷൻസ്? വൈ? നമ്മൾ ഇതുമായിട്ട് ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കണം, ഓരോ ചുവരുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ താമസിക്കണം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? നോ. എവ്രി വൺ നീഡ് ടു ലിവ് ഇൻ പീസ് ആൻഡ് ഹാർമണി ടുഗെദർ. അല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യണം? പീസിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. അല്ലാതെ മതിൽ കെട്ടി വേർതിരിഞ്ഞല്ല ജീവിക്കേണ്ടത്. ട്രബിൾ അൺഫോൾഡ്സ്. ഒരു കുഴപ്പം ചുരുളഴിയുകയാണ്. ഡേയ്സ് പാസ്റ്റ്. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. റെഡ് ഗ്രൂപ്പിന് വെള്ളമുണ്ട്, പക്ഷേ ഭക്ഷണമില്ല. ഐ ആം ഹംഗ്രി, മാക്സ് കംപ്ലൈൻറ്റ്. അപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് മാക്സ് പറയും. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ.
ബ്ലൂ ഗ്രൂപ്പിന് ഭക്ഷണമുണ്ട് പക്ഷെ വെള്ളമില്ല. ഐ ആം തേഴ്സ്റ്റി, ലില്ലി സെഡ്. ലില്ലി എന്താ പറഞ്ഞത്? എനിക്ക് ദാഹിക്കുന്നു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽറ്റർ. അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പിന് വിറകുണ്ട് പക്ഷെ ഷെൽറ്റർ ഇല്ല, ഒരു വീടോ അല്ലെങ്കിൽ ഒരു കയറി താമസിക്കാനുള്ളൊരു സ്ഥലമോ ഇല്ല. വി ആർ വെറ്റ്, മിയ റിപ്പോർട്ടഡ്. ഞങ്ങൾ നനഞ്ഞു, മിയ പറയാണ്. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽറ്റർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് ഷെൽറ്റർ ഉണ്ട് പക്ഷെ അവർക്ക് കത്തിക്കാനുള്ള വിറകില്ല. ഐ ആം കോൾഡ്, ലിയോ ഷിഫേർഡ്. ഇപ്പോൾ ലിയോ പറയാണ് എനിക്ക് തണുക്കണം, എനിക്ക് ചൂട് വേണം, എനിക്ക് ഫയർവുഡ് വേണം. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. അപ്പോൾ ഇവരെല്ലാവരും ഒച്ചെടുക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇതൊരു കോറസ് പോലെ, കോറസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് ഒച്ചയിൽ പറയില്ലേ, അതാണ് കോറസ്. ഹിയറിങ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഈ ഒരു കരച്ചിലും നിസ്സഹായമായ വിളിയും കേട്ട് കഴിഞ്ഞപ്പോൾ ആര് വന്നത്? ഒരു അപരിചിതൻ അവിടെ എത്തി. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്. നിങ്ങൾ എന്തിനാണ് ഒളിച്ചിരിക്കുന്നതും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതും എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. സോ വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്ഡ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ കളർ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നത്? ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽറ്റർ. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽറ്റർ ബട്ട് നോ ഫയർവുഡ്. ദേ സ്റ്റാർട്ടഡ് ടു ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോൾ അവർ ഓരോ ആൾക്കാർക്കും എന്തുണ്ട് എന്തില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അവർ അതിനു വേണ്ടി മുറവിളി കൂട്ടാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് പേജിൽ പാത്വേ ടു യൂണിറ്റി. അപ്പോൾ ഒരുമയിലേക്കുള്ള വഴി, പാത്വേ. വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളേഴ്സ്. സമൺ റിപ്ലൈഡ്. ഞങ്ങൾ ഞങ്ങളുടെ കളറിൻ്റെ ആൾക്കാരോടെ മാത്രമേ താമസിക്കുകയുള്ളൂ. വി നീഡ് ടു സർവൈവ്, ലില്ലി സ്പോക്കപ്പ്. അപ്പോൾ ലില്ലി എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണം, അതിജീവിക്കണം ഞങ്ങൾക്ക് എന്ന് ലില്ലി പറയും. വി നീഡ് വാട്ടർ, ഞങ്ങൾക്ക് വെള്ളം വേണം. ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. നീല നിറത്തിൻ്റെ ആൾക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വെള്ളം വേണം. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്? ദ റെഡ് ഗ്രൂപ്പ് ആസ്ഡ്. അപ്പോൾ ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം കൊണ്ട് തരിക? റെഡ് ഗ്രൂപ്പ് ചോദിച്ചു. ഷെൽട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ us, ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. അപ്പോൾ പച്ച ഗ്രൂപ്പ് പറഞ്ഞു ഷെൽട്ടർ എസെൻഷ്യലാണ്, ഒരു വീട്, ഒരു കൂര ഞങ്ങൾക്ക് ആവശ്യമാണ്. വി നീഡ് വാംത്ത്, ഞങ്ങൾക്ക് ചൂട് വേണം. ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. അപ്പോൾ യെല്ലോ ഗ്രൂപ്പ് അവർക്ക് ചൂടാണ് വേണ്ടത്, അവർക്ക് ഫയർവുഡ് ഇല്ല, അതുകൊണ്ട് ഫയർവുഡാണ് അവർക്ക് വേണ്ടത്. ദി ഓൾ പാനിക്ഡ്. അവരെല്ലാവരും പാനിക്കായി, പരിഭ്രാന്തരായി. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചേഴ്സ്. അവർ പ്രതീക്ഷയോടെ ഈ അപരിചിതൻ്റെ കണ്ണുകളിലേക്ക്, തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഹീ സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരെ ഉപദേശിച്ചു. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്കുള്ള സാധനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യൂ, പങ്കുവയ്ക്കൂ, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഷെയർ ആസ് ദ പീപ്പിൾ ടുഗെദർ. വി കനോട്ട്. ഷെയർ ചെയ്യാനോ? ഞങ്ങളോ? പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് അവർ പറഞ്ഞു. ദേ സെഡ് ഫേംലി. അവർ ശക്തമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല. വി കനോട്ട്. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ് ഷെയറിങ് ഈസ് ദ ഓൺലി വേ. അപ്പോൾ സ്ട്രേഞ്ചർ എന്ത് പറഞ്ഞു? സ്ട്രേഞ്ചർ ചിരിച്ചിട്ട് പറഞ്ഞു ഷെയറിങ് ആണ് ആകെയുള്ളൊരു പരിഹാരം, വേറെ പരിഹാര മാർഗങ്ങളൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ സമ്മതിക്കാത്തത്? ദേ ഹാഡ് ബിൽഡ് വാൾ ഇൻ ദർ ഹാർട്ട്സ് ടു. മതിലുകൾ അവരുടെ ഹൃദയങ്ങളിലും കൂടി അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പുറമേയുള്ള മതിലുകളല്ലാതെ അവരുടെ ഹൃദയത്തിൽ കൂടി അവർ മതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് മാത്രമേ സഹകരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ അവർ മതിലുകൾ ഉള്ളിലും ഹൃദയത്തിലും മതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്. എന്താണ് സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ്? സ്ട്രേഞ്ചർ എന്താണ് അവർക്ക് ഉപദേശം കൊടുത്തത്? ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാസ് ടു ഷെയർ. ഞാനിവിടെ വാസ് ടു ഷെയർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് എഴുതാനുള്ളതാണ്, ആ ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ട്. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ. അപ്പോൾ അവർ സ്ട്രേഞ്ചറിൻ്റെ അഡ്വൈസ് കേട്ടില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ദേ വിൽ സ്റ്റാർവ് ഫോർ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് വാംത്ത്. അവരെന്ത് ചെയ്യും? അവർ ഇതിനു വേണ്ടി ഫുഡിനും വെള്ളത്തിനും ഷെൽറ്ററിനും വാമത്തിനൊക്കെ വേണ്ടി അവർ സ്റ്റാർവ് ചെയ്യും, കുറേ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇനി ഡാൻസ് ഓഫ് കളേഴ്സ്. അടുത്തത് വന്നിട്ട് ഡാൻസ് ഓഫ് കളേഴ്സാണ് ഹെഡിങ്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ
ഗ്രാമവാസികൾ പരസ്പരം നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ. അവർ കുറച്ച് സമയം ആലോചിച്ചു. സ്ലോലി ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. കുറച്ച് സമയം കൊണ്ട് അവർക്ക് എന്താ കയ്യിലുണ്ടായിരുന്നത് അത് അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി, പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങി. ദെൻ എ മിറക്കിൾ ഹാപ്പൻഡ്. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എവ്രി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡഡ്. എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. സാവധാനം സന്തോഷം ആ ഗ്രാമം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻഡ് ദെയർ റിബൺസ്. അവരവരുടെ മതിലുകൾ, ചുവരുകളെല്ലാം ഉടച്ചു. കമ്പൈൻ ദെയർ റിബൺസ്. റിബണുകളെല്ലാം കൂട്ടിക്കെട്ടാൻ തുടങ്ങി. ഓൾ ദ റിബൺസ് ടേൺഡ് ടുഗെദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. അപ്പോൾ എല്ലാ റിബണുകളും ഒരുമിച്ച് ചേർന്ന് ഒരു മനോഹരമായ റെയിൻബോ ആയി മാറി, ഒരു മഴവില്ലായി മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ് ആൻഡ് കോളിംഗ് ദംസെൽഫ് ദ റെയിൻബോ പീപ്പിൾ. അപ്പം ആളുകളൊക്കെ, ജനങ്ങളെല്ലാം ഈ മഴവില്ല് നോക്കി നൃത്തം ചെയ്യാൻ തുടങ്ങി. അവരെ തന്നെ ദ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിമ്പിൾ ഓഫ് ദ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അപ്പോൾ മഴവില്ല് അവരുടെ പുതിയൊരു സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു ചിഹ്നമായി മാറി. ദ വാം ബ്രീസ് റിട്ടേൺ ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ അവർക്ക് പഴയ പോലെ ആ ഒരു നല്ലൊരു കാറ്റ് വന്നു. ദ പീപ്പിൾ ബിക്കം ഹാപ്പി. റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. റെയിൻബോ പീപ്പിൾക്ക് സന്തോഷമായി. ദേ ലിവ്ഡ് ടുഗെദർ ഇൻ ഹാർമണി. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ബാക്കിയുള്ള കാലം ജീവിച്ചു. കരോലിൻ അസ്കറാണ് ഈ കഥയുടെ രചയിതാവ്, ഓഥർ കരോലിൻ അസ്കർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? അപ്പോൾ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻസർ. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബൺ. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ റെയിൻബോ. ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിമ്പിൾ ഓഫ് ദ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റി 1 വേർഡ് ഹണ്ടാണ്. ലുക്ക് അറ്റ് ദ വേർഡ് ടുഗെദർ. ടുഗെദർ എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദിസ് വേർഡ്. ഈ വാക്കിൽ നിന്ന് എത്രയാണോ നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും വേർഡ്സ് ഉണ്ടാക്കുക. റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് എ സ്റ്റാർ. ഈ സ്റ്റാർ തന്നിട്ടുണ്ട്. ആ സ്റ്റാറിൻ്റെ ഉള്ളിലാണ് ഓരോ വാക്കുകളും എഴുതേണ്ടത്. നമുക്ക് 5-6 വാക്ക് എഴുതാനുള്ള സ്റ്റാറേ തന്നിട്ടുള്ളൂ. യു വിൽ ഗെറ്റ് 5 stars ഇഫ് യു റൈറ്റ് 5 words. 5 വേർഡ്സ് എഴുതി 5 സ്റ്റാർ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരെണ്ണം ഇവിടെ തന്നിരിക്കുന്നത് ഗോ ഉണ്ട്, ടു, ഹെർ, ഹി, ദ, ഗെറ്റ്. ഇതൊക്കെ എല്ലാം ചെറിയ വേർഡ്സ്, 2 letter 3 letter വേർഡ്സ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വേർഡ്സ് കിട്ടുമോ എന്നൊന്ന് നോക്കാം. OH, O, there, other, here, tree, greet, or, hero, ghee, three, either, hot, hotter. അപ്പോൾ ഇത്രയും വേർഡ്സാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളും ട്രൈ ചെയ്യുക. ഇതിലും കൂടുതൽ വേർഡ്സ് കിട്ടുമോ എന്ന് നോക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 2 മൈ കളർ മൈ പ്രൈഡ്. എൻ്റെ കളർ എൻ്റെ അഭിമാനം. The rainbow people are excited to talk about their new colors. What will they say about their colors? ഇപ്പോൾ റെയിൻബോ പീപ്പിൾ അവരവരുടെ കളറിനെ പറ്റി, നിറത്തിനെ പറ്റി പറയാൻ ഭയങ്കര ആഗ്രഹമാണ്, എക്സൈറ്റഡ് ആണ് അവർ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദർ കളേഴ്സ്? അവരവരുടെ നിറത്തിനെ പറ്റി എന്തായിരിക്കും പറയുക? ഐ ആം ബ്ലൂ, ഐ ആം ദ കളർ ഓഫ് സ്കൈ, ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ആസ് മൈ കളർ. അപ്പോൾ എൻ്റെ നിറം നീലയാണ്, ഞാൻ ആകാശത്തിൻ്റെ കളറാണ്, ഏറ്റവും വലിയ ഭൂമിയിലെ ഏറ്റവും വലിയ അനിമലിന് എൻ്റെ നിറമാണുള്ളത്, ബ്ലൂ വെയിൽ. ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ, ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ. അപ്പോൾ അടുത്ത ആളെന്താ പറയണത്? ഞാൻ യെല്ലോയാണ്, മഞ്ഞ നിറമാണ്, ഞാൻ സൂര്യനെ പോലെയാണ് തിളങ്ങുന്നത്, ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ, സൺഫ്ലവറിൻ്റെ നിറമാണ് ഞാൻ. ഇനി റെഡിനും ഗ്രീനിനും നമ്മൾ എഴുതണം. അപ്പോൾ റെഡിൻ്റെ ഞാൻ എഴുതിയത് ഐ ആം റെഡ്, ദ കളർ ഓഫ് സെറ്റിംഗ് സൺ, ഐ ആം ദ കളർ ഓഫ് ബ്ലഡ്. അപ്പോൾ ഞാൻ ചുവപ്പാണ്, ഞാൻ അസ്തമയ സൂര്യൻ്റെ കളറാണ്, ഞാൻ ബ്ലഡിൻ്റെയും കളറാണ്. ഇനി പച്ച എന്താ എഴുതണമെന്ന് നോക്കാം. ഐ ആം ഗ്രീൻ, ഐ ആം ദ കളർ ഓഫ് നേച്ചർ, ഐ ആം ദ കളർ ഓഫ് ലൈഫ്. ഞാൻ പച്ചയാണ്, ഞാൻ പ്രകൃതിയുടെ കളറാണ്, നിറമാണ്, ജീവൻ്റെ നിറവും ഞാനാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 3 ആണ്.
ഫീലിങ്സ് ഇൻ വേർഡ്സ്. നമുക്ക് നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും വേർഡ്സിൽ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന വേർഡ്സ് ഈ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാവ്, അലാസ്, ഔച്ച്, യാ, യേ, ഉറേ. അപ്പോൾ ഇത്രയുമാണ് 5 വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് പ്ലേഡ് വെരി വെൽ, അലാസ് വി ലോസ് ദ ഗെയിം. ഞങ്ങൾ നന്നായിട്ട് കളിച്ചു, എന്നാലും കഷ്ടം എന്നുള്ളൊരു മീനിങ് വരുന്നതാണ്. ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ അതിന് ഗെയിമിൽ തോറ്റുപോയി. ഹുറേ, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഹുറേ, ഞങ്ങളുടെ ടീം ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ വിൻ ചെയ്തു. വാവ്, വാട്ട് എ ഫെനാസ്റ്റിക് ക്യാച്ച്. നമ്മളൊരു ക്യാച്ചൊക്കെ എടുക്കുമ്പോൾ പറയില്ലേ, സൂപ്പർ അടിപൊളി ക്യാച്ചാണിത് എന്ന് പറയില്ല, അതുപോലെ വാട്ട് എ ഫെനാസ്റ്റിക് ക്യാച്ച്. ഔച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്. ഔച്ച്, അത് അമ്മേന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഔച്ച്. യു ഹിറ്റ് മൈ ഹാൻഡ്, നീ എൻ്റെ കയ്യിൽ ഇടിച്ചു. ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്, എനിക്ക് കൈ നല്ല വേദനയുണ്ട്, എനിക്ക് എൻ്റെ കയ്യിൽ ആ വേദന അറിയുന്നുണ്ട്. യാ, ബോബി യു ഹാവ് വൺ ദ ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. ബോബി, നിനക്ക് 1ാം സമ്മാനം കിട്ടി. അപ്പോൾ ഇതെല്ലാം എക്സ്പ്രഷൻസ് ആണ്. നമ്മൾ സന്തോഷം ഇമോഷൻസും ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നത്. Next, activity 4. We have seen the picture of colorful ribbons falling from the sky. Here is another picture. Look at the picture and describe what you see. അപ്പോൾ ഒരു പിക്ചർ നമ്മൾ കണ്ടു, കളർഫുൾ റിബൺസ് വീഴുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു. ഇനി താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു കളർഫുൾ പിക്ചറാണ്. ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. ഈ പിക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ പിക്ചറിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അപ്പോൾ എന്തായിരിക്കും അതുള്ളത്? കുറേ സാധനങ്ങൾ താഴേക്ക് വീഴുന്നുണ്ടല്ലേ ആകാശത്തുനിന്ന്. ഗിഫ്റ്റുകളുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ആപ്പിളാണെന്ന് തോന്നുന്നു റെഡ് കളറിൽ. പിന്നെ ലഡു ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, കേക്ക് ഉണ്ട്, മാലകൾ, ചെയിൻസ് ഉണ്ട്, റിബൺസ് ഉണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ മേലേന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മങ്കിയും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ആ മങ്കിയും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. So before anyone could blink, it started to fall from the sky. Shower of jelly and candies, ice creams in colorful cones, glowing gift boxes tied with golden ribbons, sweets spun like snowflakes, toys floated in the mid-air. Boy in red shirt grabbed a red apple, whereas a girl with yellow frock took a golden chain. A monkey sitting on the tree also took an apple. Colorful ribbons and golden chains fell from above. ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺ. Some describing words are given below. Complete the sentences by choosing the most suitable word from the list. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ വേർഡ്സ് തിരഞ്ഞെടുത്തിട്ട് ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. One day, Neha and her brother Rohan went to a dash beach, sandy beach. മണലുള്ള ബീച്ച്. The sky was bright. ആകാശം നല്ല തെളിഞ്ഞതായിരുന്നു. ആൻഡ് വാട്ടർ സ്പാർക്കിൾ അണ്ടർ ദ വാം സൺ. അപ്പോൾ നല്ല ചെറു ചൂടുള്ള സൂര്യന് കീഴിൽ വെള്ളം നന്നായിട്ടിങ്ങനെ തിളങ്ങി. ദേ മെയ്ഡ് എ ബിഗ് സാൻഡ് കാസിൽ. അവരൊരു വലിയ സാൻഡ് കാസിൽ ഉണ്ടാക്കി. കളക്റ്റഡ് ഷൈനി ഷെൽസ്. തിളങ്ങുന്ന ഷെല്ലുകൾ കളക്ട് ചെയ്തു. ഫ്രം ദ ഷോർ നേഹ സെഡ് ദിസ് ഇസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ. നേഹ പറഞ്ഞു ഇതാണ് ഏറ്റവും മനോഹരമായ ദിവസം. ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. ഇപ്പോൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാഠം ഒന്നുകൂടി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കിട്ടും. എനിക്ക് കിട്ടിയ വേർഡ്സൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സാൻഡി, പീസ്ഫുൾ, കൈൻഡ് ഹാർട്ടഡ്, ക്വൈറ്റ്, ഗോൾഡൻ, ബ്രൈറ്റ്, ക്ലിയർ, ടോൾ, വാം, ഫ്രഷ്, കോൾഡ്, ഹെൽപ്ലെസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഡിസ്ക്രൈബിംഗ് വേർഡ്സിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.